നീ എന്താണ് ഇപ്പൊ അവളെ പറ്റി പറഞ്ഞത്? ഒന്നുകൂടെ പറയടാ. നീയോ? ഓ ഗോഡ്, നിന്റെ സിസ്റ്ററാണ് ഇത്. ഐ സീ. ഞാൻ എനിക്ക് തോന്നിയതൊക്കെ പറയും. നീ എന്ത് ചെയ്യും അതിന്? പറയലല്ല, നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ക്രിസ്തെ പ്ലീസ് ഒന്ന് അടങ്ങ്. അടങ്ങാനോ? എങ്ങനെ അടങ്ങണോ നീ പറയണ? ഇവൻ ആരെ എന്റെ പെങ്ങളെ പറ്റി തോന്നിയ ദിവസം പറയാൻ വേണ്ടി? പ്ലീസ്, ഞാൻ കാല് പിടിക്കോ, ഒന്ന് നിർത്ത്. ചേട്ടേ വേണ്ട, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് പോകാം. വാ നേഹ, നീ അവിടെ ഒന്ന് നിന്നേ. മിണ്ടരുത് നീ. ഇത്ര നാളും തോളത്ത് കൈയിട്ട് നടന്നിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നീ നിന്റെ തനി സ്വഭാവം കാണിച്ചല്ലേ. ഇതൊക്കെ ഓർത്ത് നീ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും, ഓർത്തോ നീ. എന്തായാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു നേഹ, ഭയങ്കര മോശമായി പോയി. താങ്ക് യു ക്രിസ്റ്റിച്ചായ, ഇവിടം വരെ ആക്കി തന്നതിന്. അല്ലെങ്കിൽ ആ മഴയത്ത് നിന്ന് നനഞ്ഞ് നാറിപ്പോകേണ്ടി വന്നേനെ. സെലിനെ, ഞങ്ങളെന്നാൽ പോവുകയാണ് കേട്ടോ. മണ്ടേ കാണാം. ബൈ. ആ, എത്തിയല്ലോ. എന്തു പറ്റിയടാ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അത് നീ റൂമിലേക്ക് വാ, ഞാൻ പറയാം. മമ്മ ആൻറ്റിയൊക്കെ എവിടെ ഇച്ചായ? ഇവിടെ കാണുന്നില്ലല്ലോ. അമ്മയും ആൻറ്റിയും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയി കൊച്ചിനെ കാണാൻ വേണ്ടി. ക്രിസ്, എന്താ പ്രശ്നമെന്ന് പറയേ. എന്ത്? ഇവക്കിത് മതിയായില്ലേ? അവൾക്ക് മാത്രമല്ല, അവളുടെ ആങ്ങൾക്കും മതിയായിട്ടില്ല. അന്ന് ഊട്ടി വെച്ച് കണ്ടപ്പോൾ ഓരോന്ന് ഇവനോടും പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഊട്ടി വെച്ച് ആരുടെ എന്ത് കാര്യമാണ് നീ പറയുന്നേ? ഇസ, നീ ഇനി എൻ്റെ അടുത്ത് പറയാത്ത വല്ല കാര്യമുണ്ടോ? അത് ഞാൻ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാഞ്ഞതാ. അന്ന് ഊട്ടിയിൽ വെച്ച് മൈക്കിളിനെങ്കിൽ അങ്ങനെയും കണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ക്രിസ് നല്ല കൊടുത്തായിരുന്നു. അതാ ഞാൻ പിന്നെ നിന്നോടൊന്നും പറയാഞ്ഞത്. വാട്ട്? അപ്പോൾ ആദ്യം അവന്മാരെ അറിയാവോ? അറിയാവോന്നോ? ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഇവനോട് ചെയ്തൊന്നും മറക്കാനും പറ്റില്ലല്ലോ. അവൻ ഈ ഇടയ്ക്ക് ഷോപ്പിൽ വന്നിട്ട് കുറേ ഡയലോഗ് അടിച്ചിട്ട് പോയായിരുന്നു. അതെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടാ, ഞാനൊന്ന് പറയട്ടെ. ആദി, ഇസ സാരമില്ല. എല്ലാ കാര്യങ്ങളും ആദിച്ചാരോട് ഷെയർ ചെയ്യണതല്ലേ. ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യാഞ്ഞോണ്ട് ഇച്ചായന് സങ്കടമായിട്ടുണ്ടാവും. നീ കുറച്ച് സമയം കൊടുക്ക്, സംസാരിച്ചോളൂ. ഇച്ചായൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇസ അതിനെപ്പറ്റി സംസാരിക്കാഞ്ഞോണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ചുമ്മാ നിന്നതാ. അവൻ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നതാ. കൊച്ചിലെ മുതൽ അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഓടി വന്ന് ആദി ഇന്ന് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നവനാ. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതുമല്ല, അവന് ഇനി ക്രിസ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണെന്ന് ഓർത്തിട്ടുണ്ടാവും അവൻ. എൻ്റെ പൊന്ന് ആദിച്ചായ, എന്തൊക്കെയാ കൊച്ചുതലയിൽ ആലോചിച്ച് കൂട്ടുന്നത്? അവരിപ്പോൾ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കും. പക്ഷെ കൊച്ചിലോട്ട് കളിച്ചു വളർന്ന ആദിച്ചായൻ്റെ എത്ര ആകും എൻ്റെ ഇച്ചായൻ? ആ ഇഷ്യൂ അവിടെ വെച്ച് കഴിഞ്ഞതല്ലേ ഇസ പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിട്ട് ആദിച്ചായനോട് പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. ഇച്ചായൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ട് താഴേക്ക് വന്നേ. എടാ, എല്ലാം സെറ്റല്ലേ? അല്ല, കേക്ക് എപ്പോൾ കിട്ടും? കേക്ക് ഈവനിങ് വന്ന് എടുക്കാൻ അവർ പറഞ്ഞേക്കണം. അത് ഞാൻ പോയി മേടിച്ചോളാം. പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം ആയിട്ട് ക്രിസ്മസ് എല്ലാം കൂടെ വന്നോളൂ. ഓ, എനിക്ക് സന്തോഷം പേടി എല്ലാം കൂടെ വന്നു. എടാ, വൈകുന്നേരം പള്ളിയിൽ പോകുന്ന ഉറപ്പല്ലേ? നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ ഒന്ന് നിൽക്കി.
പള്ളിയിൽ എന്തായാലും പോകും. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ പള്ളിയിൽ പോക്ക് മുടക്കാറില്ലല്ലോ. പിന്നെ നമ്മുടെ കയ്യിൽ ആകെ 1.5 മണിക്കൂറുള്ളൂ. അതിനുള്ളിൽ പെട്ടെന്നെല്ലാം ചെയ്യണം. ഓക്കെ ഞാനെന്നാ കടുവേനെ വിളിച്ചിട്ട് ഇന്ന സമയത്ത് ഇറങ്ങിയാൽ മതി എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പനും അമ്മയും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. എടാ മക്കളെ, നിങ്ങൾ വരുന്നില്ലല്ലോ പള്ളിയിൽ, ഉറപ്പല്ലേ? ഓ, ഞങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പോകാൻ പോവാ. കൊള്ളാടാ കൊള്ളാം. സ്വന്തം അപ്പൻ്റെ അമ്മൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് പള്ളി വരാൻ പോലും കഴിയില്ല നിങ്ങൾക്ക്. അത് മൂവി ഓൾറെഡി ബുക്ക് ചെയ്തു പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ വന്നേനെ. ഓ, നീയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്ക്. നോക്കി നിൽക്കാണ്ട് വാ മനുഷ്യ, നമുക്ക് പോവാം. ഷേ, അമ്മക്ക് സങ്കടമായെന്ന് തോന്നുന്നു. പാവം, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ചെറിയ ചെറിയ സങ്കടങ്ങൾ വലിയ വലിയ സന്തോഷത്തിലേക്ക് നയിച്ചോളും. ഇനി നീ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട. ആ ക്രിസ്റ്റിനെ വിളിച്ചിട്ട് വേഗം വരാൻ വേണ്ടി പറ, നമുക്ക് സമയമില്ല. അപ്പം എങ്ങനെയാ, തുടങ്ങുകയല്ലേ? പിന്നല്ലാണ്ട്. ഹോബിയമ്മയും ആനും കിരണും അവരൊക്കെ വരില്ലേ? ആ വരും, അവരൊക്കെ ഓൺ ദ വേ ആണ്. പിന്നെ നിങ്ങളുടെ ഓഫീസിലെ മീയനെ വിളിച്ചില്ലേ, അവൾ വരില്ലേ? അവളെ വിളിച്ചിട്ട് കിട്ടണില്ല. കുറേ ഞാൻ ട്രൈ ചെയ്യുന്നു. അവളില്ലാത്തതുകൊണ്ട് ശോകമായിരിക്കും. എന്നാ പിന്നെ നീ അവിടെ ശോകിച്ചോണ്ടിരിക്കും. അല്ല, ഞാനുണ്ടല്ലോ, പിന്നെ എന്താ ഇവന് ഇത്ര ശോകം? ആ ഇസ അമ്പിനും ബില്ലിനും അടക്കുന്നില്ല. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം സമയം കഴിഞ്ഞിട്ട് റിപ്ലൈ തന്നെ. ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും റിപ്ലൈ തരുന്നത്. ഈ നല്ലവനായിട്ട് അഭിനയിക്കാൻ നല്ല പാടാ. എങ്ങനെ റിപ്ലൈ തരും? എടാ, അവനും നേഹയുടെ കൂട്ടുകാരത്തില്ലേ, അവളുടെ ചേട്ടൻ, അവനും തമ്മിലൊരു റിലേഷനിലാണെന്ന് തോന്നുന്നു. ഒരു ഇൻഫോർമേഷൻ കിട്ടിയതാണ്, സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതെനിക്കും തോന്നിയായിരുന്നു അന്നത്തെ അവൻ്റെ ഷോ ഓഫ് കണ്ടപ്പോൾ. എന്തായാലും കൊള്ളാം, ഇതാകുമ്പോൾ രണ്ടിനും ഒറ്റയടിക്ക് തീർക്കാമല്ലോ. പിന്നെ ജയ്ക്ക് ഇസേന വേണമെന്നാണെങ്കിൽ ഇസേന വെറുതെ വിടാം. അങ്ങനെ അവരൊരു സീരിയസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ എനിക്ക് അവനെ വേണ്ട. കാരണം യൂസ്ഡ് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. എന്റെ ദൈവമേ, ഇവരെന്തൊക്കെയായി പറയുന്നത്? അപ്പോ ചേട്ടന് ഞാനും സെലിനും കൂടെയുള്ള പ്രശ്നം മാത്രമല്ല, വേറെ ഗ്രഡ്സ് ഉണ്ടോ? എൻ്റെ പൊന്നെ അന്നമ്മേ, ഞാൻ സമ്മതിച്ചു. എന്നാ കൗണ്ടറാ നീ അടിക്കുന്നേ? ചിരിച്ച് ചിരിച്ചൊരു വഴിയായി. ഓ, എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. ഇവളെപ്പോഴും ഇങ്ങനെയാണോ സെലിനെ? അതെ, ഇവളെപ്പോഴും ഇങ്ങനെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കും. അങ്ങനെ കൗണ്ടർ അടിച്ച് ഞങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് പുറത്താ. എനിക്കെന്തായാലും ഇഷ്ടമായി. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കൗണ്ടർ അടിക്കുന്ന പെൺപിള്ളേരെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ആദി, ഒന്ന് വരോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എടി ഞാൻ വരുമല്ലേ, നീ എന്തിനെ പിടിച്ച് വലിക്കുന്ന തന്നെ? നീ ഇപ്പൊ എന്താ ചെയ്ത സെലിനെ? സോറി, ഞാൻ അറിയാതെ. ആദ്യം എന്തിനാ അവൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്? ഞാൻ അതിന് വേറെ അർത്ഥത്തിലൊന്നും പറഞ്ഞതല്ല. സാധാരണ ഒരാൾ ഇഷ്ടാവൂലേ, അങ്ങനെയാ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ പൊന്നെ. എന്നാലും ആദി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു പറയണമെന്ന്, പക്ഷേ പറയാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും എനിക്കത് പറയണം. വേണ്ട, അത് നീ പറയണ്ട. നീ എന്താ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. നമുക്കതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമല്ലേ. ഫസ്റ്റ് നീ അത് നോക്ക്. ആദി, പക്ഷേ ആദി, പിള്ളേർ ഇത്രയും വലിയ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഓ, എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്ന്. നിന്റെ മക്കൾ അതിന് സർപ്രൈസ് തരാതിരിക്കോ? എന്തായാലും പരിപാടി അവർ കുശാലാക്കി. പിന്നെ നിന്റെ മാത്രമല്ല, അവരെൻ്റെയും കൂടെ മക്കളാണ്. ഇച്ചായ മരിച്ചതിന് ശേഷം ക്രിസ് ഫുള്ള് സൈലൻ്റ് ആയിപ്പോയി. അവന് പപ്പേനോട് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ സെലിനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. എന്നോട് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൻ ഇത്ര ഹാപ്പി ആയിട്ട് കാണുന്നത്, അതും ഇവിടുത്തെ പിള്ളേരുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴാണ്. അതുമാത്രമല്ല, സെലിന് 2 ബ്രദേഴ്സിനെയും കൂടെ കിട്ടിയല്ലോ. പിന്നെ അല്ലാണ്ട് സെലിന് എന്താവശ്യത്തിനും രണ്ടുപേരും ഉണ്ടാവും. പിന്നെ അവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു അനിയത്തി ഇല്ലാത്തതിൻ്റെ സങ്കടം 2 പേർക്കും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആദിക്ക്. ഇപ്പം ആദിക്കും സെല്ലിനും നല്ല കമ്പനിയാണല്ലോ, അതുകൊണ്ട് ആദിക്ക് ആ സങ്കടം പോയി കിട്ടിയിട്ടുണ്ടാവും. അവക്കും അതുപോലെയൊക്കെ തന്നെയാ. ഇപ്പം കണ്ടോ, ക്രിസിനെ വേണ്ട, എവിടെ പോയാലും ആദിച്ചായം കൊണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. മിക്കവാറും ക്രിസിനെ മാറ്റിയിട്ട് ആദിനെ ചേട്ടനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുവോള്. എടി നീ എന്താ ഇന്നലെ വരാഞ്ഞ? സെഡാക്കി. ഞാൻ തന്നെ നിന്നെ കുറേ വിളിച്ച്, എന്താ എടുക്കാഞ്ഞേ? എടാ, റിയലി സോറി. ഞാൻ അമ്മ വീട്ടിൽ പോയിച്ച്, പിന്നെ എൻ്റെ ഫോൺ പൊട്ടി, ശരിയാക്കാൻ കൊടുത്തേക്കുവാ. നമുക്കിന്ന് പുറത്തു പോവാം. അന്ന് മഴ കാരണം പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, സെറ്റ്, നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആ, ഞാനത് ഓർക്കുന്നു. നീ എന്തിനാ ബ്ലഷ് ചെയ്യുന്നത്? മേ ഐ കമിൻ സർ? ഓ, ഫോർമാലിറ്റി. നമ്മളൊന്നും ഇപ്പോൾ ഒരു മൈൻഡില്ല. അതിന് നമ്മുടെ മൈൻഡൊക്കെ വേണോ? അന്ന് കോളേജിൻ്റെ അവിടെ വെച്ച് എൻ്റെ അടുത്ത് ദേഷ്യം കയറിയില്ലേ? പിന്നെ വീട്ടിൽ വന്നിട്ട് മുഖം കടന്നൽ കുത്തിയ പോലെ ഇരുന്ന് വെച്ച് എന്നോടൊന്നും സംസാരിച്ചു പോലുമില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ പൊന്നെ, ഇങ്ങോട്ട് വാ. ഇല്ല. എന്തിനാ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എടോ, വെറുതെ ഇരിക്ക്, കളിക്കല്ലേ. സാർ, ഓ സോറി. അയ്യേ, മാറുന്നങ്ങാട്. എടോ, തനിക്കൊന്ന് നോക്ക് ചെയ്തിട്ട് വന്നൂടെ? ഐ ആം എക്സ്ട്രീംലി സോറി സാർ. ഞാൻ പെട്ടെന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി പെട്ടെന്ന് മറന്നുപോയി നോക്ക് ചെയ്യാൻ. ഓക്കെ, എന്താ കാര്യം? ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ MD ആനന്ദ് ശർമ്മ കോൾ ചെയ്തായിരുന്നു. അവരുടെ ഡീലിങ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈവനിങ് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ വെച്ചിട്ട്. ഓ, ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അല്ല, എൻ്റെ ക്യാബിലെ ഫോണിന് എന്ത് പറ്റി? അയാൾ തന്നെ കോണ്ടാക്ട് ചെയ്തത്. അതിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ട് സാർ. റിപ്പയർ ചെയ്യാൻ ആളിപ്പോൾ വരും. ഓക്കെ, ഫൈൻ, യു മേ ലീവ്. അതെ, ഞാനും വരണോ ഈവനിങ് മീറ്റിങ്ങിന്? പിന്നെ വരണ്ടേ? PA ആണെന്ന് മറന്നു പോയോ കുഞ്ഞേ? അത് പിന്നെ ഞാൻ മിയയുടെ അടുത്ത് പറഞ്ഞു ഈവനിങ് പുറത്ത് പോവാന്ന്. ഇതിപ്പോൾ കുറേ ദിവസമായി. ഇന്നലത്തെ ആനിവേഴ്സറിയുടെ ട്രീറ്റ് എങ്കിലും കൊടുക്കണ്ടേ? നീ പൊയ്ക്കോ, അത് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നീ തിരിച്ച് വീട്ടിലേക്ക് പോകോ അതോ ഞാൻ വന്ന് പിക്ക് ചെയ്യണോ? അത് ഞാൻ പോയിക്കോളാം. ഓ, താങ്ക് യു ക്രിസ്റ്റിച്ചായ, ഉമ്മ. സെലിനെ ഇന്ന് ഫുള്ള് ആർട്സ് ഡേയുടെ പ്രാക്ടീസാ. നീ പാട്ടിന് പേര് കൊടുത്തിട്ടില്ലേ? പക്ഷെ ഒരു മൂഡില്ല ഒന്നിനും. ഞാൻ പേര് കട്ട് ചെയ്യാൻ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അതെന്തിനാ ഇപ്പം നീ പേര് വെട്ടുന്നത്? അപ്പം ഇത്രയും ദിവസം ചെയ്ത പ്രാക്ടീസോ? അതല്ല, നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തോന്നല്? സെലിനെ
ഒന്ന് നിൽക്കോ? നിനക്കിനി എന്താ വേണ്ടത് നേഹ? പ്ലീസ്, എനിക്ക് സെലിനോട് ഒരു കാര്യം പറയാനുണ്ട്. നേഹ, എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ വെറുതെ വിട്. എന്ത് പറ്റി ആദിക്കുട്ട ഇന്ന് പോകാഞ്ഞത്? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? വയ്യേ നിനക്ക്? അവന് മടിയായിട്ടാണ്, അല്ലാതെ എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി, പോകാൻ തോന്നിയില്ല. ഞങ്ങളിന്ന് തിരിച്ചു പോകും. എത്ര ദിവസമായി വീടടച്ചിട്ടേക്കുന്നേ? അയ്യോ, പിള്ളേർ വരുന്നതിന് മുമ്പ് നീ പോകൂ. സെലിൻ വന്നിട്ടേ പോകുള്ളൂ. അവളുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ്ടേ? ആ, മോളെത്തിയല്ലോ. എന്താ ഒരു ടയേർഡ്നെസ്? കുറച്ച് ബൂസ്റ്റ് എടുക്കട്ടെ? നല്ല ടയേർഡാണ് ആൻറ്റി. ആർട്സ് ഡേയുടെ പ്രാക്ടീസ് ആയിരുന്നു ഇന്ന് ഫുള്ള്. ആഹാ, മോൾ എന്തിനാ ചേർന്നേക്കുന്നത്? ഡാൻസിനോ അതോ പാട്ടിനോ? അവള് പാട്ടിൻ്റെ ആളാണ്. എന്നിട്ടാണോ ഇത്രയും ദിവസം ഇടണ്ടായിട്ടൊരു പാട്ട് പോലും ആൻറ്റിക്ക് പാടിത്തരാഞ്ഞത്? എനിക്കിപ്പോൾ എന്തായാലും മോളുടെ ഒരു പാട്ട് കേൾക്കണം. അതിനെന്താ, ഞാനിപ്പോൾ പാടാമല്ലോ. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. എടാ, വന്ന് ഇവിടെ ഇരിക്കുക. ഇതേ മോള് പാട്ട് പാടാൻ പോവുക. ഇസ, ഞാൻ ഇറങ്ങുക. നീ നോക്കി പോണേ. എത്തുമ്പോൾ ഒന്ന് വിളിച്ചേക്കണം. ആ, ഞാൻ വിളിച്ചേക്കാം. ആ, പിന്നെ ക്രിസ്സേ, ഐ ലവ് യു. ഐ ലവ് യു ടു. പറ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വെജോ നോൺ വെജോ? അതെന്നാ ചോദ്യമാ? നോൺ വെജ്. ഓർഡർ ചെയ്ത ഫുഡ് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നീ എൻ്റെ അടുത്ത് പറയാൻ വന്ന കാര്യം പറ. A few moments later. എന്റെ മാതാവേ, സത്യമാണോ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും അയാള് ഇതെങ്ങനെ സമ്മതിച്ച്? അതൊന്നും എനിക്കറിയാൻ വേണ്ടി പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ജലസൊക്കെ വരാറുണ്ടായിരുന്നു, പക്ഷെ ശ്രദ്ധിക്കാതിരുന്നേ ഉള്ളൂ. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ എൻ്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കണ്ടറൊക്കെ വരാൻ തുടങ്ങി. പിന്നെ എപ്പോഴോ എനിക്കും ഇഷ്ടമായി. എന്നാലും എൻ്റെ മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു കടുവേനെ നീ വളച്ചെടുത്തില്ലേ? ഹേ ഇസ, ഹായ് ജയ്, എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് താൻ ഇവിടെ ഇരിക്കുന്ന കണ്ടത്. പിന്നെ താൻ മെസ്സേജ് അയച്ച റിപ്ലൈ ഒന്നും തരാറില്ലല്ലോ. സുഖമല്ലേ തനിക്ക്? അത് ഞാൻ ഓഫീസിൽ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, അതാണ് റിപ്ലൈ ഇടാൻ വേണ്ടി പറ്റാഞ്ഞ. അത് സാരമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. താൻ എൻ്റെ കൂടെ ഒന്ന് വരുന്നോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അല്ല, എനിക്ക് പോയിട്ട്. അയ്യോ, താൻ പാനിക്കാനൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മ അന്ന് കണ്ടില്ലേ ജെനി, ഞാൻ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ താനും കൂടെ വരണമെങ്കിൽ അവൾക്കും കൂടെ ഒരു സർപ്രൈസ് ആയേനെ. ഓ, ആണോ? എന്നാ ഓക്കെ, ഞാനും വരാം. പക്ഷെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരും. ഓക്കെ, ഞാൻ തന്നെ തിരിച്ചുകൊണ്ട് നോക്കിക്കോളാം. അധികം ലേറ്റ് ആവുകയൊന്നുമില്ല. മിയ, ഞാൻ എന്നാ ജയുടെ കൂടെ പോവാ. നീ ബസ്സിനല്ലേ തിരിച്ചു പോകുന്നത്? ആടാ, ഞാൻ ബസ്സിനാ പോകുന്നത്. നീ പോയിട്ട് വാ. വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഇട്ടേക്ക്. ബൈ. ജയ്, നമ്മളെന്തിനാ ഈ ഗോഡൗണിൽ വന്നേക്കുന്നത്? പറയാം. ആ, ഇനി പറയണ്ടല്ലോ. ഇതാ നോക്ക്. ഇസൊക്കെ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ മൂന്നുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ എനിക്ക് ഇസനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇസയ്ക്ക് വേറെ ആരോടൊക്കെയോ ഇഷ്ടമെന്ന് ഇവൻ പറഞ്ഞായിരുന്നു. അപ്പോഴേ ഞാൻ വിട്ടതാണ് നിന്നെ. പക്ഷെ ഇവർ പറഞ്ഞു നിന്നെ അങ്ങനെ വെറുതെ വിടണ്ടെന്ന്.
ആദി